ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പരിപ്പും ചോറാണ് ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പരിപ്പും ചോറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. ആദ്യമായി തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചത്, വലിയുള്ളി 1 ചെറുതായി വെട്ടിയത്, 2 കപ്പ് അരി, 2 കപ്പ് അരിയിലേക്ക് 1 കപ്പ് പരിപ്പ്, ഏലം, പട്ട, പൂവ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 6 തക്കാളി, 3 പച്ചമുളക്, 3 വെളുത്തുള്ളി, അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അരിയും പരിപ്പും ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് പരിപ്പിൻ ചോറിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. ആദ്യമായി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ഏലം, പട്ട, പൂവ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി വെട്ടിവെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വലിയുള്ളി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉള്ളി ചെറുതായി ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അരി നമ്മൾ എത്ര അളവെടുക്കുന്നതിന് അതിനനുസരിച്ച് തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ കഴുകി വെച്ച അരി, പരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. തീ ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം പരിപ്പ് ചോറ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം നമ്മുടെ പരിപ്പിൻ ചോറിലെ വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളിയായി വെന്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പരിപ്പിൻ ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് തൈരിൻ്റെ കൂടെ, സലാഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഫുഡാണ്. വീട്ടിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ഐറ്റവുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.